ആദ്യം നമ്മളൊരു ഹൈനയായിരുന്നു ചെയ്തത്. ലിയോ മൂവിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു ഹൈന ചെയ്തത്. അപ്പോൾ അത് കുറച്ച് വൈറലായി. അതിന് ശേഷം ചെയ്തതാണ് ഒരു ആനക്കുട്ടി. പിന്നെ അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തോളമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അരിക്കൊമ്പന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിച്ച് നമ്മൾ എത്തിയത് ഇൻസ്റ്റഗ്രാമിലെ ജിപ്സി ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേജിലാണ്. ആ പേജിൽ കയറി നോക്കിയപ്പം ദേ കിടക്കുന്നു അരിക്കൊമ്പന്റെ കുട്ടി മാത്രമല്ല ഒരുപാട് ജീവികൾ. അങ്ങനെ ഇവരെയൊക്കെ നിർമ്മിച്ച ഒരു വ്യക്തി ഉണ്ടാകുമല്ലോ, ആ ആളുടെ അടുത്ത് നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ട്. ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പം തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് സ്വദേശിയായ ശ്രീജിത്തിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ശ്രീജിത്തിനോട് തന്നെ ചോദിക്കാം. ശ്രീജിത്ത്, ഈ ഒരു വീഡിയോ കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന കാണുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രീജിത്തിന് എന്താ പറയാനുള്ളത്? ശ്രീജിത്തിന്റെ വിശേഷങ്ങൾ ശ്രീജിത്ത് തന്നെ പറ. ഈ ഒരു ശില്പങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുന്നത്. കൂടുതലും പാഴ്വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്കുകളൊക്കെ നിർമ്മിക്കുന്നത്. ചകിരിയായാലും അതുപോലെ തന്നെ ചുറ്റും കിടക്കുന്ന വസ്തുക്കളാണ് നമ്മൾ എടുക്കാറുള്ളത്. ആദ്യം നമ്മളൊരു ഹൈനയായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ലിയോ മൂവിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു ഹൈന ചെയ്തത്. അപ്പോൾ അത് കുറച്ച് വൈറലായി. അതിന് ശേഷം ചെയ്തതാണ് ഒരു ആനക്കുട്ടി. പിന്നെ അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ബേബി റെയിനോ ചെയ്തു, ഒരു കരടി ചെയ്തു, ഒരു പെരുമ്പാമ്പ് ചെയ്തു, ഒരു ആനാക്കോണ്ട. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ഒന്ന് റീച്ചായി. പ്രൊഫഷണലി ഞാൻ ശില്പിയാണ്, അതായത് സിമെൻറ്റ് വർക്കുകളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. 2 വർഷം ആവേ ഉള്ളൂ ഞാൻ ഈ ഒരു സിമെൻറ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. കൊല്ലം ആ ഒരു ഭാഗത്തൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു സിമെൻറ്റ് വർക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയത്. കൊല്ലത്താണ്. കൊല്ലം ചീരങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോയാണ് ആദ്യം ഒരു വർക്ക് ചെയ്തത്. അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മത്സ്യകന്യകയായിരുന്നു ഞാൻ അവിടെ പോയി ചെയ്തത്. പിന്നെ ആ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അടുത്ത ആൾ വിളിച്ചു. അങ്ങനെയാണ് വർക്കുകൾ ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ആമ, അതായത് ഒരു 25 അടിയോളം അതിൻ്റെ ഒരു ഹൈറ്റ് തന്നെയുണ്ട്. അതായത് അത് നിൽക്കുന്ന ആ ഒരു ഗുഹ മോഡലിലുള്ള ആ ഒരു അതിൻ്റെ മുകളിലാണ് ആ ഒരു ആമ നിൽക്കുന്നത്. അതായത് ആമയുടെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരു ഗുഹ മോഡലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ എൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഈ ഒരു മൈല് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മാസത്തോളം ആവും. ഈ ഒരു മൈല് മൊത്തം സിമെൻറ്റ് വർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രീതിക്ക് ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ റിലീഫ് വർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. നല്ല രീതിക്ക് പ്രൊജക്റ്റ് ചെയ്ത് ചുമരിൽ നിന്നും നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് ആനക്കുട്ടിയെയും ഹൈനയെയും അനാക്കോണ്ടേനെയും ഒന്നും കാണാൻ പറ്റിയില്ല. നമുക്ക് മുന്നിലൊരു ഗംഭീര കരടി നിൽപ്പുണ്ട്. അപ്പോൾ ഈ കരടി ഉണ്ടാക്കിയവരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ. ഈ ഒരാൾ മാത്രമല്ല, ഇവരെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളത്. അതായത് ഞങ്ങൾ ആദ്യം ഹൈനെ തൊട്ട് ഉള്ള വീഡിയോയിൽ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാളയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് ഹൈനെ ചെയ്തത്. അപ്പോൾ അത് തൊട്ടുള്ള വീഡിയോയിൽ മൊത്തത്തിൽ ഇവരാണ് എൻ്റെ കൂടെ ഉള്ളത്. പേരെന്താ? നിതിൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന. പേരെന്നാ? ആദിലക്ഷ്മി UKG-യിലാണ് പഠിക്കുന്നത് അല്ലേ? മാനസ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ. ധനഞ്ജയ് 6th. അപ്പൊ ഇത്രയും പേരാണ് ഈ കൂട്ടത്തിൽ, ഈ ടീം വർക്കിന്റെ കൂട്ടത്തിലുള്ളവര്. ഞങ്ങൾ ആദ്യം ഈ ഒരു വർക്ക് തുടങ്ങിയത് കുഞ്ഞു ശില്പങ്ങളൊക്കെയാണ് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം പോത്തായിരുന്നു നമ്മൾ ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ചെയ്തത് നമ്മൾ ലിയോ മൂവിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു ഹൈനെ ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. 1 മില്യണിന് പുറത്ത് റീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഒരു ആനക്കുട്ടി ചെയ്തു, ബേബി റെയിനോ ചെയ്തു, പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കരടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ മൊത്തം ഫുൾ പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ചുറ്റും കിടക്കുന്ന മണ്ണുകൾ കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. കരിയിലായാലും, അതായത് ഇതിൻ്റെ രൂപം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കമ്പിയാണ് ഉപയോഗിക്കുന്നത്. കമ്പിയിൽ നമ്മൾ ഗ്രാഫ് ഇട്ടിട്ട് ഈ ഒരു രൂപം നമുക്ക് ആ ഒരു തറയിൽ ആ ഒരു രൂപം വരച്ചെടുക്കും, പിക്ചർ. അതിനുശേഷമാണ് ആ ഒരു പിക്ചറിൻ്റെ രൂപത്തിൽ നമ്മൾ ആ ഒരു കമ്പിയെ വളച്ചെടുത്തിട്ട് ആ ഒരു കമ്പി ഫുള്ളും കവർ ചെയ്യുന്നത് കരിയിലയാണ്. അത് വാഴയുടെയൊക്കെ കരിഞ്ഞ ആ ഒരു ഇലകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മെറ്റീരിയൽ. അപ്പോൾ ഏകദേശം രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് പാഴ്വസ്തുക്കളായിട്ടുള്ള എന്താ പറയുക, ചകിരിയാണ് അടുത്തായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ രോമത്തിന് പകരം ചകിരിയാണ് നമ്മൾ ഈ ഒരു രൂപം ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഫേസിൽ ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ചെയ്ത് വച്ചിരിക്കുന്നത്, അതായത് തുണി
നമുക്ക് ഉപയോഗമില്ലാത്ത തുണികളൊക്കെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് കുഞ്ഞു കുഞ്ഞു രോമത്തിന് പകരമാണ് ഈ ഒരു തുണി നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം എല്ലാം സിമെൻ്റാണ് ചെയ്തിരിക്കുന്നത്. അല്ല ക്ലേ ചെയ്താലുള്ളതെന്ന് വെച്ചാൽ പൊട്ടിപ്പോവും, മണ്ണ് ഇരിക്കത്തില്ല. അതുകൊണ്ട് സിമെൻ്റാണ് ഈ ഭാഗം മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ മൊത്തം പൊളിച്ച് കളയാണ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ഒരു ചെയ്യുന്ന വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒരു പച്ചപ്പുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുത്താലും യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുത്താലും എന്താ പറയുക, വർക്കിനൊരു സൗന്ദര്യം കിട്ടുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും പച്ചപ്പ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ട് പൊളിച്ച് കളയുന്നത്. അവസാനം ചെയ്തത് ഈ ഒരു വർക്കാണ്, കരടിയാണ് ചെയ്തിട്ടുള്ളത്. BK കാണി ഗവൺമെൻറ് ഹൈസ്കൂൾ പനക്കോട് വർണ്ണക്കൂടാരം സ്റ്റാർസ് പ്രീ പ്രൈമറി 10 ലക്ഷം രൂപ SSK ഫണ്ടായി ലഭിച്ചു. ഈ പദ്ധതിയോടനുബന്ധിച്ച് ശില്പങ്ങളും ചിത്രങ്ങളും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പെർഫെക്ഷനോടെ ചെയ്യുന്ന കലാകാരന്മാരെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അന്വേഷണം ചെന്നെത്തിയത് ആര്യനാട് ശ്രീജിത്ത് ശില്പി, അതുപോലെ ആര്യനാട് കിളിയൻ എന്ന ചിത്രകാരനിലുമാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ, നമ്മുടെ കുഞ്ഞരങ്ങാണെങ്കിലും ശരി, ഫൗണ്ടനാണെങ്കിലും ശരി, പ്ലാവ് തുടങ്ങിയ ശില്പങ്ങളും ചിത്രങ്ങളും കണ്ടാൽ തന്നെയും ഈ കലാകാരന്മാരുടെ ആ കലാവൈദഗ്ധ്യം വളരെ വിളിച്ചോതുന്ന ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇവിടെ പണിതിട്ടുള്ളത്. ഏറ്റവും മിഴിവോടെ ഏറ്റവും പെർഫെക്ഷനോടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷമാണ് നമ്മുടെ സ്കൂളിനെ ഇത്രയേറെ ഭംഗിയാക്കുന്നതിൽ നമ്മുടെ കലാകാരന്മാർ വഹിച്ചതായ പങ്കിനെ പറ്റി ഓർക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്കൂളിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അതായത് സിമെൻറ്റ് വർക്കുകൾ. ഞാൻ പറഞ്ഞതുപോലെ ഒരു ആമയൊക്കെ ഈ ഒരു സ്കൂളിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ പുഴുവൊക്കെ ഇവിടെ സിമെൻറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അനിൽകുമാർ എന്നാണ്, ക്ലീൻ ആര്യനാട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടെ പിക്ചർ എല്ലാം പെയിൻറ്റ് ചെയ്തിരിക്കുന്നതും എൻ്റെ സിമെൻറ്റ് വർക്കുകളെല്ലാം പെയിൻറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം ഇദ്ദേഹമാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അതാണ് ശ്രീ ചെയ്തിരിക്കുന്ന ഈ വർക്കുകളെല്ലാം എൻ്റെ പെയിൻറ്റിങ്ങുകളെല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആമയുടെ വർക്കും ഈ ക്ലാസ് റൂമുകളിനകത്തൊക്കെ വരച്ചിരിക്കുന്ന പടങ്ങളൊക്കെ ഞാനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട BK കാണി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പനക്കോട് സ്കൂളിനകത്ത് ചെയ്യുന്ന വർക്കുകളും അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സിമെൻറ്റ് വർക്കുകൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതും പുള്ളിക്കാരനാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിമെൻറ്റ് വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2.5 മാസം വരെ ആവും പെയിൻറ്റിങ് ഉൾപ്പെടെ ഈ സ്കൂളിൽ. അതുപോലെ തന്നെ BK കാണി ഗവൺമെൻറ് സ്കൂളിലും ഏകദേശം 2.5 മാസം എടുത്ത് അവിടെ ചെയ്യാനും. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം ഒരു 35 വർഷമാവും. സംഗതി എന്തായാലും കളറാണ്. ഒരു പൂ ചോദിച്ചു വന്ന് നമുക്ക് ഒരു പൂക്കാലം തന്നെ ഇവർ സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീജിത്തിനെ പോലെയും കിളിയൻ ചേട്ടനെ പോലെയുള്ളവരൊക്കെ ഇനിയും കൂടുതൽ അറിയപ്പെടേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ബിനോജ് P. സോമനൊപ്പം അലിഡ മരിയ ജിൽസൺ, കൈരളി ന്യൂസ്.